ട്രിഗ്നോമെട്രിയിൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു ഭാഗമുണ്ട്. ലോ ഓഫ് സൈൻസ്, ലോ ഓഫ് കൊസൈൻസ്, ലോ ഓഫ് ടാൻജൻസ്. നമുക്കത് നോക്കാം. ഇത് +1 മാത്സിലെ ടെക്സ്റ്റിൻ്റെ ബാക്കിലാണുള്ളത്. സപ്ലിമെൻ്ററി പോർഷൻസ് ആണ്. അതുകൊണ്ടാണ് ഇത് അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. പക്ഷെ ഇത് പബ്ലിക് എക്സാമിനൊക്കെ ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ഡയറക്റ്റ് ഈ ലോ തന്നെയാണ് എക്സാമിന് ചോദിക്കാറ്. നമുക്ക് ആദ്യം തന്നെ ലോ ഓഫ് സൈൻസ് നോക്കാം. സൈൻ ലോ. എന്താണ് ലോ ഓഫ് സൈൻസ്? In any triangle ABC, sin A divided by A equal to sin B divided by B equal to sin C divided by C. ഇതാണ് ലോ ഓഫ് സൈൻ. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ട്രയാങ്കിൾ എ ബി സി. ഈ എ എന്ന സൈഡിന് ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ എ, ബി എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ബി, സി എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് സി. സൈഡ് ഓപ്പോസിറ്റ് എ എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് എ, ബി എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ബി, സി എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് സി എന്നെടുത്തു. ഇനി ഞാൻ ബി സിയിലേക്ക് എ എന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇത് എച്ച് ആണ്. ബി സി എ, ഇത് ഡി ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ സൈൻ ബി എന്താണ്? സൈൻ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടസ് എച്ച് ബൈ സി എന്ന് കിട്ടും. ദെൻ ഇംപ്ലൈസ് എച്ച് ഈക്വൽ ടു സി സൈൻ ബി എന്ന് കിട്ടി. അതേപോലെ സൈൻ സി എന്താണ്? സൈൻ സി ഈക്വൽ ടു എച്ച് ബൈ ബി എന്ന് കിട്ടും. ദെൻ എച്ച് ഈക്വൽ ടു ബി സൈൻ സി എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ഇത് രണ്ടും എച്ച് ആണ്, അതുകൊണ്ട് ഇത് ഇക്വേറ്റ് ചെയ്യാം. സി സൈൻ ബി ഈക്വൽ ടു സി ബി സൈൻ സി എന്ന് എഴുതാം. ദെൻ സൈൻ ബി ഡിവൈഡഡ് ബൈ ഈ ബീനെ ഈ അടിയിലേക്ക് കൊണ്ടുവന്നു. സൈൻ സി ഡിവൈഡഡ് ബൈ ഈ സീനെ അടിയിലേക്ക് കൊണ്ട സി. ഓക്കെ. ഇനി ഞാൻ ഈ ട്രയാങ്കിൾ ബിന്ന് എ സി എന്ന സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇതിന് ഞാൻ എച്ച് എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സൈൻ എ എന്താണ്? സൈൻ എ ഈക്വൽ ടു എച്ച് ബൈ സി ഇംപ്ലൈസ് എച്ച് ഈക്വൽ ടു സി സൈൻ എ എന്ന് കിട്ടും. അതേപോലെ സൈൻ സി ഈക്വൽ ടു എച്ച് ബൈ എ എന്ന് കിട്ടും. ദെൻ എച്ച് ഈക്വൽ ടു എ സൈൻ സി എന്ന് കിട്ടി. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു. സി സൈൻ എ ഈക്വൽ ടു എ സൈൻ സി എന്ന് കിട്ടി. ദെൻ സൈൻ എ ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു സൈൻ സി ഡിവൈഡഡ് ബൈ സി എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2 ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2. ഇതിൽ നിന്ന് നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? സൈൻ എ ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു സൈൻ ബി ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു സൈൻ സി ഡിവൈഡഡ് ബൈ സി. ഇതാണ് സൈൻ ഫോർമുല. ക്ലിയർ ആണല്ലോ? ലോ ഓഫ് സൈൻ. ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? അടുത്തത് ലോ ഓഫ് കോസൈൻസ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇത് എക്സാമിന് ചോദിക്കുക? ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രൂവ് ദാറ്റ് സൈൻ എ ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു സൈൻ ബി ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു സൈൻ സി ഡിവൈഡഡ് ബൈ സി. ഇനി അടുത്തത് ലോ ഓഫ് കോസൈൻസ്. In any triangle ABC, A square equal to B square plus C square minus 2BC cos A, B square equal to C square plus A square minus 2CA cos B, then C square equal to
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് സി. ഇതാണ് ലോ ഓഫ് കോസൈൻസ്. നമുക്കിതിന്റെ പ്രൂഫ് നോക്കാം. ഞാനൊരു ട്രയാങ്കിൾ എ ബി സി വരയ്ക്കുന്നു. എ ബി സി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എന് നേരെ ഓപ്പോസിറ്റ് എ എന്നെടുത്തു, ആംഗിൾ ബിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ബി എന്നെടുത്തു, ആംഗിൾ സി എന്നെടുത്തു. ഞാൻ ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇത് എ ബി സി ഡി, ഇത് ബി ആണ്. ഓക്കെ, കോസ് എ എന്നാണ്. ഇതിൽ നിന്ന് കോസ് എ എന്നാണ്. കോസ് എ ഈക്വൽ ടു AD ബൈ BAB ആണ്. അറിയാമല്ലോ, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. AD ഡിവൈഡഡ് ബൈ AB എന്ന് കിട്ടി. ദെൻ AD ഈക്വൽ ടു AB ഇൻറ്റു കോസ് എ കിട്ടി, ഈക്വൽ ടു AB എന്താണ്, ABC C ഇൻറ്റു കോസ് എ എന്ന് നമുക്ക് കിട്ടി. ഇതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് BC, ഈ ട്രയാങ്കിൾ BDC എടുത്തു കഴിഞ്ഞാൽ BC സ്ക്വയർ ഈക്വൽ ടു BD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, അതുകൊണ്ട് BC സ്ക്വയർ ഈക്വൽ ടു BD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ എന്ന് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പ് BD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ എന്ന് പറഞ്ഞാൽ AC മൈനസ് AD ഹോൾ സ്ക്വയർ ആണ്. AC മൈനസ് AD ഹോൾ സ്ക്വയർ ആണ് CD സ്ക്വയർ. CD എന്ന് പറഞ്ഞാൽ AC മൈനസ് AD. ഓക്കെ, ദെൻ BD സ്ക്വയർ പ്ലസ് നമുക്കറിയാം A മൈനസ് B ഹോൾ സ്ക്വയർ എന്താണ്, A സ്ക്വയർ പ്ലസ് B സ്ക്വയർ മൈനസ് 2AB. AC സ്ക്വയർ പ്ലസ് AD സ്ക്വയർ പ്ലസ് മൈനസ് 2AC ഇൻറ്റു AD എന്ന് കിട്ടി. A മൈനസ് B ഹോൾ സ്ക്വയർ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ മൈനസ് 2AB. നെക്സ്റ്റ് AC സ്ക്വയർ പ്ലസ് BD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ മൈനസ് 2AC ഇൻറ്റു AD എന്ന് എഴുതി. ഇത് ഞാൻ ജസ്റ്റ് മാറ്റി എഴുതി എന്നാളൂ. ഈക്വൽ ടു AC സ്ക്വയർ പ്ലസ് എന്താണ് BD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. BD സ്ക്വയർ ഇതാണ് BD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. BD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ AB ആണല്ലോ. പൈതഗോറസ് തിയറി പ്രകാരം BD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ആണ് AB സ്ക്വയർ മൈനസ് 2AC ഇൻറ്റു AD എന്ന് കിട്ടി. ദെൻ BC സ്ക്വയർ ഈക്വൽ ടു എന്താണ് AC BC സ്ക്വയർ BC എന്താണ് BC എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പോൾ A സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ. AC എന്താണ് AC B സ്ക്വയർ പ്ലസ് AB എന്താണ് AB C സ്ക്വയർ മൈനസ് 2 ഇൻറ്റു AC എന്താണ് AC B ആണ്. ദെൻ AD എന്താണ്, ഞാൻ ഇവിടെ AD കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. AD എന്താണ് C കോസ് A. അപ്പം നമുക്ക് കിട്ടിയല്ലോ A സ്ക്വയർ ഈക്വൽ ടു B സ്ക്വയർ പ്ലസ് C സ്ക്വയർ മൈനസ് 2BC കോസ് എ. ഇതാ ഒന്നാമത്തത്. A സ്ക്വയർ ഈക്വൽ ടു B സ്ക്വയർ പ്ലസ് C സ്ക്വയർ മൈനസ് 2BC കോസ് എ. ക്ലിയർ ആയല്ലോ. ഇനി ഇതേ രീതിയിൽ നിങ്ങൾ എയിൽ നിന്ന് BCയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, അതേപോലെ സിയിൽ നിന്ന് AB-യിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തതും മൂന്നാമത്തതും ആൻസർ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ഒന്ന് ചെയ്താൽ മതി, ബാക്കി സിമിലർലി എന്നിട്ട് കഴിഞ്ഞാൽ ആൻസർ റെഡിയാണ്. ക്ലിയർ ആണല്ലോ. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഇനി അടുത്തതാണ് ലോ ഓഫ് ടാൻജൻസ്. ഒരു ലോയും കൂടിയുണ്ട്, ലോ ഓഫ് ടാൻജൻസ്. Tan B minus C by 2 equal to B minus C by B plus C into cot A by 2. Next, tan C minus A by 2 equal to C minus A by C plus A into cot B by 2. Next, tan
a minus b by 2 equal to a minus b by b a plus b into cot c by 2. ഇതാണ് in any triangle ABC. Tan b minus c by 2 equal to b minus c by b plus c into cot a by 2. നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഇത് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോ ഓഫ് ടാൻജൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കറിയാം സൈൻ ലോ എന്താണ്? സൈൻ എ ബൈ എ ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഈക്വൽ ടു സൈൻ, ഓർ എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു കെ. ഇത് ലോ ഓഫ് സൈൻ ആണ്, അതിനെ തിരിച്ചിട്ട് കുഴപ്പമില്ല. ഇനി എ ബൈ സൈൻ എ കെ എടുത്ത് എ ബൈ സൈൻ എ ഈക്വൽ ടു കെ എന്നെടുത്ത്, അതേപോലെ ബി ബൈ സൈൻ ബി ഈക്വൽ ടു കെ എന്നെടുത്ത്, അതേപോലെ സി ബൈ സൈൻ സി ഈക്വൽ ടു കെ എന്നെടുത്ത്. ഇനി നെക്സ്റ്റ് then a equal to k into sin a, b equal to k into sin b, then c equal to k into sin c എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് b minus c by b plus c എന്താണ് നോക്കുക. b എന്താണ് ഇവിടെ നോക്കുക. b k sin b, k sin b minus k sin c divided by k sin b plus k sin c എന്ന് കിട്ടി. b minus c by b plus c. നെക്സ്റ്റ് സ്റ്റെപ്പ്, k എല്ലാ ടേമിനും k കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ k ഔട്ട്സൈഡ് ചെയ്ത് കട്ട് ചെയ്ത് കളയുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? sin b minus sin c divided by sin b plus sin c എന്ന് കിട്ടി. എന്താണ് sin b minus sin c? sin b minus sin c 2 cos b plus c by 2 into sin b minus c by 2. ഇതൊക്കെ ഞാൻ മുന്നേ എടുത്തതാണ്. ട്രിഗ്നോമെട്രിയുടെ ഞാൻ എടുത്ത ക്ലാസ്സിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ ട്രിഗ്നോമെട്രിയിലെ മുഴുവൻ വീഡിയോ കാണുക. sin b plus sin c 2 sin b plus c by 2 cos b minus c by 2 എന്ന് കിട്ടി. and next b minus c by b plus c equal to ഈ 2 2 കട്ട് ചെയ്ത് cos b plus c by sin b plus c by 2 എന്താണ്? cot b plus c by 2 ആണ്. sin b minus c by cos b minus c tan b minus c by 2 ആണ്. ഓക്കെ, നമുക്കറിയാം a plus b plus c equal to pi ആണ്. ഇതെങ്ങനെ കിട്ടി? ഇത് ട്രയാങ്കിൾ എയും ബിയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ പൈ ആയിരിക്കും. ദെൻ ബി പ്ലസ് സി എന്താണ്? ബി പ്ലസ് സി പൈ മൈനസ് എ ആണ്. അപ്പൊ ബി പ്ലസ് സി ബൈ 2 എന്താണ്? പൈ ബൈ 2 മൈനസ് എ ബൈ 2 ആണ്. അപ്പൊ ഈ ബി പ്ലസ് സിക്ക് പകരം കോട്ട് പൈ ബൈ 2 മൈനസ് എ ബൈ 2 എന്നെഴുതി ഇൻറ്റു ടാൻ ബി മൈനസ് സി ബൈ 2. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. sin pi by 2 minus theta equal to cos theta, cos pi by 2 minus theta equal to sin theta, tan pi by 2 minus theta equal to cot theta, cot pi by 2 minus theta equal to tan theta. അപ്പോൾ cot pi by 2 minus a by 2 equal to tan a by 2 into tan b minus c by 2 എന്ന് കിട്ടി. tan a by 2 നമുക്ക് 1 by cot a by 2 എന്ന് എഴുതാം into tan b minus c by 2. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ കോട്ട് എ ബൈ 2 ഈ സൈഡ് b മൈനസ് സി ബൈ ബി പ്ലസ് സി. ഈ കോട്ട് എ ബൈ 2 ഞാൻ ഈ സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ആൻസറായി. ഫൈനൽ ആൻസർ tan b minus c by 2 equal to tan b minus c by 2 equal to b minus c by b plus c into cot a by 2. ക്ലിയർ ആണല്ലോ? tan b minus c by 2 equal to b minus c by b plus c into cot a by 2. ഇതാണ് ലോ ഓഫ് ടാൻജന്റ്. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള റിസൾട്ട് കൂടി എഴുതണമെങ്കിൽ
ഇത് ഇത് കിട്ടണമെങ്കിൽ C plus A മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇനി ഈ റിസൾട്ട് കിട്ടണമെങ്കിൽ A-B/A+B എന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഈ ആൻസർ കിട്ടും. അപ്പം ഞാൻ ഇന്ന് എടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ട്രിഗണോമെട്രിയിൽ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു ഭാഗം കൂടിയാണ്. ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. ബാക്കിയുള്ള ട്രിഗണോമെട്രിയുടെ വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എക്സാം അടുത്ത് എത്താറായി, ഇനി വളരെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോസൊക്കെ ഒരു പ്ലേലിസ്റ്റായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് നിങ്ങൾ മാക്സിമം അതിലുള്ള എല്ലാ വീഡിയോയും കാണുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വരും ദിവസങ്ങളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു.